ഇനി ഈ IFRS കംപ്ലയൻസിനെ കുറിച്ച് പറയുമ്പോൾ actually it is divided into IFRS adoption and IFRS convergence. IFRS adoption എന്ന് പറയുമ്പോൾ അഡോപ്റ്റ് IFRS ആസ് ഇറ്റ് ഈസ്, അതായത് IFRS എങ്ങനെയാണോ അവർ ഡെവലപ്പ് ചെയ്തത്, IASB ഡെവലപ്പ് ചെയ്ത അതുപോലെ തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് IFRS അഡോപ്ഷൻ എന്ന് പറയുന്നത്. കൺവേർജൻസ് എന്ന് പറയുമ്പോൾ ലിറ്റിൽ ബിറ്റ് ഓഫ് മോഡിഫിക്കേഷൻ ഈസ് ദർ, നമ്മൾ മോഡിഫൈ ചെയ്യാൻ നമുക്ക് ഇൻ ലൈൻ വിത്ത് IFRS റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ചെയ്യുന്നത് IFRS കൺവേർജൻസ് ആണ്, അഡോപ്റ്റ് ചെയ്യുകയല്ല ഇന്ത്യ ചെയ്തത്, ഇന്ത്യ കൺവേർജൻസ് ആണ്. ദാറ്റ് ഈസ് നമ്മളുടെ തന്നെ ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തു, ബട്ട് ഇൻ ലൈൻ വിത്ത് IFRS. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇന്ത്യസ്. മനസ്സിലായോ? അപ്പോൾ ഈ IFRS കൊണ്ടുവരുന്നത് വഴി, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിലൊക്കെ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാകും, അവിടെ ഒരു യൂണിഫോമിറ്റി, അതിൻ്റെ റിലയബിലിറ്റി, ക്രെഡിബിലിറ്റി ഇതെല്ലാം ഇൻക്രീസ് ചെയ്യാനും ഇതിനെ സഹായിക്കും. ഓക്കെ, നമുക്ക് IASലോട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം, അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആക്ച്വലി ഇഷ്യൂ ചെയ്തത് IASC ആണ്, ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി. എല്ലാത്തിൻ്റെയും ഫുൾ ഫോം പറയുന്നത് ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആയതുകൊണ്ടാണ്. ഓക്കെ, ദെൻ ലേറ്റർ ഈ IASC ആണ് IASB ആയിട്ട് ഫോം ചെയ്തത്. IASB മീൻസ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് അതാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് IFRS ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈലി റെലവൻറ്റ് ആൻഡ് MCQ ചോദിച്ചിട്ടുള്ളതാണ്. സോ നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.